കേരളത്തിൻ്റെ അനുഭവത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ ലഭിക്കില്ല എന്നതാണ് നില. UDF വല്ലാതെ മോഹിക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന്. അങ്ങനെ രൂപീകരിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതവരിപ്പോൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നേരത്തെ തന്നെ അവരെ കൈയൊഴിഞ്ഞതാണ്. അപ്പോഴാണ് വേറെ ചില നീക്കങ്ങൾ അവര് നടത്താൻ തയ്യാറായത്. അതിൻ്റെ ഭാഗമായ ഒരു ഏറ്റവും പ്രകടിതമായ അവസരവാദ നിലപാടിൻ്റെ ഒരു UDF പ്രതീകമായി ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം മാറിയിരിക്കുകയാണ്. ഇതിലൂടെ LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് പരീക്ഷിക്കുന്നത്. പക്ഷേ അമ്പലപ്പുഴയെയും ആലപ്പുഴ ജില്ലയെയും കുറച്ച് കാണുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ച് കാണേണ്ടവരല്ല ഇവിടുത്തെ ജനങ്ങൾ. LDFനെ നെഞ്ചേറ്റിയവരാണിവർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുന്നപ്രയുടെ മണ്ണിൽ. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണാണിത്. ആ മണ്ണിന് അതിൻ്റെതായ ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതെങ്കിലും തരത്തിൽ വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ആ ചരിത്രം നാടിനു വേണ്ടി ജീവൻ കൊടുത്ത് പോരാടിയ രക്തസാക്ഷികളുടെ ചരിത്രമാണ്. അതിൽ ആവേശം ഉൾക്കൊണ്ട് ഇവിടെ വന്ന യുവാക്കളും അവരുടെ തലമുറകളുമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ കരുത്ത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടുത്തെ ജനങ്ങൾ വലിയ തോതിലാണ് തള്ളി വന്നിട്ടുള്ളത്. ഒരു പ്രതിസന്ധിക്കും നാടിനെ കീഴ്പ്പെടുത്താനായിട്ടില്ല. പാവപ്പെട്ടവരാണ്. പക്ഷേ ആ പാവപ്പെട്ടവർ വലിയ ധനം കയ്യിലുള്ളവരാണ്. ആ ധനം ഈ കരുത്താണ്. നാടിനു വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാനുള്ള കരുത്ത് എല്ലാ കാലത്തും പ്രകടിപ്പിച്ചവരാണ്. ഒരു കാലത്തും ഒരു വ്യതിയാനത്തിൻ്റെയും കൂടെ ആലപ്പുഴ ഉണ്ടായിട്ടില്ല എന്നത് നാം കാണണം. എല്ലാ ഘട്ടത്തിലും വ്യതിയാനത്തിനിരയായവര് അതിൻ്റെ വഴിക്ക് പോവുക എന്നല്ലാതെ നമ്മുടെ നാടും നാട്ടുകാരും ശരിയായ വഴിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ഒരു മാറ്റവും അതിന് പുതിയ കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അവസരവാദം എവിടം വരെ എത്തുന്നു അതാണ് നാം കാണേണ്ടത്. കോൺഗ്രസും ഈ പറഞ്ഞ അവസരവാദ നിലപാടുകാരനും എല്ലാം കൂടി ആലോചിച്ച് ഉറപ്പിച്ച് എന്താ നിലപാട്? BJPയുടെ വോട്ട് കൂടി വാങ്ങാൻ. LDFനെ പരാജയപ്പെടുത്താൻ കണ്ടെത്തിയ മാർഗം UDFന്റെ പൂർണ്ണ പിന്തുണ, പിന്നെ BJPയിൽ നിന്ന് നിശ്ചിത 1000 വോട്ട്, അതുകൂടി ചേർന്നാൽ LDFനെ പരാജയപ്പെടുത്താം. രാഷ്ട്രീയത്തിൽ 2x2 4 എന്ന കണക്കല്ല വരിക. ഇവിടെ മനുഷ്യരാണ്, വിചാരമുള്ള മനുഷ്യരാണ്. അവർ ചിന്തിക്കും, എന്തിന് LDFനെ പരാജയപ്പെടുത്തണം, എന്തിന് ഇത്തരമൊരു അവസരവാദ നിലപാടിന്റെ മൂർത്തീകരണത്തെ ഞങ്ങൾ പോരണം. അത് സ്വാഭാവികമായി ജനങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയായ നിലപാടിലേക്ക് ജനങ്ങൾ എത്തും. മുൻപെത്തിയിട്ടുണ്ട്. ഇവിടെ BJPയുമായുള്ള സഖ്യം എവിടെയെല്ലാം പരസ്യമായിരുന്നോ ആ ഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ രൂപമാണ് എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഗതികേട് എവിടെ എത്തിക്കുന്നു? അവർക്കും എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടണം, LDFനെ പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി BJPയുടെ കൂടി സഹായത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥിക്ക് അതിൻ്റെതായ രൂപങ്ങൾ, ഭാവങ്ങൾ നൽകി LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അത് ഈ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ആലപ്പുഴയിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. അമ്പലപ്പുഴയിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ഒരു തരത്തിലുള്ള പോറലും ഇവിടെ LDFന് ഏൽക്കില്ല എന്നതുറപ്പാണ്. അവസരവാദ നിലപാട് സ്വീകരിച്ചയാള് ചരിത്രത്തിന്റെ ചളിക്കുണ്ടിലേക്ക് വീണ് താഴുക എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അമ്പലപ്പുഴയിൽ സഖാവ് സലാമിനെയും ആലപ്പുഴയിൽ സഖാവ് ചിത്തരഞ്ജനെയും
വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.